ഗർഭാശയോ അണ്ഡാശയോ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബ്ലീഡിംഗ് ആണ് സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാറ്. ബ്ലീഡിംഗ് അല്ലാണ്ടേയും വരുന്ന അത്രയും സാധാരണമല്ലാത്തതും പക്ഷെ എന്നാൽ ഗൗരവകരമായിട്ടുള്ള 5 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തേത് പെൽവിക് ഡിസ്കംഫർട്ട്, അതായത് അടിവയറ്റിൽ വരുന്ന എന്തെങ്കിലും ഡിസ്കംഫർട്ടോ ഹെവിനെസ്സോ പെയിനോ ചിലപ്പോൾ ഗർഭാശയ മുഴകളോ അല്ലെങ്കിൽ അണ്ഡാശയ സിസ്റ്റുകളുടെ ഏർലി സൈൻ ആവാം. 2, ചേഞ്ച് ഇൻ ബവൽ ആൻഡ് ബ്ലാഡർ ഹാബിറ്റ്സ്. അത് നോർമലായിട്ട് മോഷൻ പാസ് ചെയ്തോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു വേരിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യൂറിനിൽ വരുന്ന ബ്ലഡ് അല്ലെങ്കിൽ അറിയാണ്ട് ചുമയ്ക്കോ തുമ്മുമ്പോൾ പോകുന്ന യൂറിൻ, ഇതെല്ലാം യൂട്രൈൻ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏർലി സൈൻസ് ആവാം. 3, നോർമൽ വെജൈനൽ ഡിസ്ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ലേഡിയിൽ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലിലോ കളറിലോ വേരിയേഷൻസ് വരിക അല്ലെങ്കിൽ ഒരുപാട് ചൊറിച്ചിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫെക്ഷൻ്റെ ഏർലി സൈനാണ്. 4, പെയിൻഫുൾ ഇൻ്റർകോഴ്സ്. സാധാരണ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കപ്പിൾസിൽ പെട്ടെന്ന് ഡിസ്കംഫർട്ടോ പെയിനോ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസിൻ്റെ സൈൻ ആവാം. 5, അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് അഥവാ ഒരു ഡിസ്റ്റൻഷൻ ഫീലിംഗ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിയ വിശപ്പില്ല, കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഗേഷ്യസ് ഡിസ്റ്റൻഷൻ, ഇതെല്ലാം ചിലപ്പോൾ ഗർഭാശയ മുഴകളോ അല്ലെങ്കിൽ അണ്ഡാശയ സിസ്റ്റുകളുടെ ഏർലി സൈൻസ് ആവാം. ഈ പറഞ്ഞ 5 സിംറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അറ്റ് ദി ഏർലിയസ്റ്റ് തന്നെ അഡ്വൈസ് എടുക്കേണ്ടതാണ്.